ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുള്ളത്. കഴുകിയെടുത്ത ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് കുതിർത്ത് വെക്കണം, എന്നാലേ നമുക്ക് നല്ല നൈസായിട്ട് ഇത് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ 4 മണിക്കൂർ കുതിർത്തെടുത്ത ശേഷം വെള്ളം ഒന്ന് നല്ലോണം വാർന്നെടുത്തിട്ടുണ്ട്. ഒരു സ്ട്രെയിനറിലിട്ടിട്ട് നമ്മൾ ഒരിക്കലും വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്, വെള്ളം വാർന്നിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറേശ്ശേ നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് ഒരു 2 പ്രാവശ്യമായിട്ടൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കാറ്. പിന്നെ വേണമെങ്കിൽ മാത്രം, ഇതിപ്പോൾ നല്ലോണം വെള്ളം വാർന്നെടുത്തിട്ടുള്ള ഉഴുന്നാണല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ 1 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനേക്കാൾ കൂടുതൽ ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൂടിയിലൊക്കെ അരയാത്തതൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊക്കെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊക്കെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും അരച്ചെടുത്തിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലോട്ടും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്, അതൊക്കെ പിന്നീടാണ്. ഞാനിത് 4 മണിക്കൂർ 4 5 മണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് ചുട്ടെടുക്കുന്നത്. നമ്മളിത് ഒരു 4 മണിക്കൂർ എന്തായാലും മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട്, ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയുമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും 4 മണിക്കൂറോളം ഇത് മാറ്റി വെക്കാം മൂടി വെച്ചിട്ട്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊരു പൊങ്ങി വന്ന രീതിയിൽ, ചെറിയ രീതിയിലൊരു ഫെർമെൻ്റ് എന്ന രീതിയിലൊക്കെ മാവിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ പുളിമണമൊന്നുമല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഒട്ടും പുളി ഉണ്ടാവുന്നില്ല ഇത്, അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ഇതിലോട്ട് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, പിന്നെ വേണ്ടത് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പകുതി സവാളയൊക്കെ മതിയാകും. എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാൻ 1 മാത്രമേ ചേർത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം മാവ് നമ്മളിങ്ങനെ ഫെർമെൻ്റ് ആക്കി എടുക്കുമ്പോൾ കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ എന്തായാലും മാവ് ഒരു ഇച്ചിരി ലൂസാവും. അപ്പോൾ ഇതിന് ഒരു ടിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിന് ഇനി ചേർത്ത് കൊടുക്കുന്നത് അവിലുണ്ടല്ലോ, നമ്മുടെ വെള്ള അവിൽ, സാധാ നോർമൽ അവിൽ, നല്ലോണം ഒന്ന് ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണ് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഇപ്പം ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂണാണ് ഈ ഒരളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോക്കാട്ടോ, നമുക്ക് 3 ടേബിൾ സ്പൂൺ മാക്സിമം, അതിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇത് പോരാന്ന് തോന്നിയപ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 2.5 ടേബിൾ സ്പൂണാണ് കേട്ടോ അവിൽ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഇച്ചിരി ലൂസ് തന്നെയാണ് നമ്മൾ ഉഴുന്ന് വടക്കുള്ള മാവ് വേണ്ടത്, കട്ടിക്കുള്ളതല്ല. എന്നാലും നമുക്ക് തീരെ ഇങ്ങനെ ലൂസായി വരുമ്പോൾ നമുക്ക് ഒട്ടും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഫെർമെൻ്റ് ആക്കി വെക്കുമ്പോൾ നമ്മൾ 4 മണിക്കൂർ മാറ്റി വെക്കുമ്പോൾ ഒരു ഇച്ചിരി എന്തായാലും മാവ് ലൂസാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒരിക്കലും ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ മാവ് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറിയ കയ്യിലിങ്ങനെ കുറച്ചൊന്ന് ഒരു ബോൾസ് പോലെ എടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കയ്യിൽ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതുപോലെ നമ്മൾ മാവ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റൂല. അപ്പോൾ എപ്പോഴും നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൈവെള്ളയിലും അതുപോലെ നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ വെള്ളം നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം മാവ് ഇതുപോലെ ആക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്കൊട്ടും എത്ര നമ്മൾ
ചെയ്താലും ഇപ്പോൾ ഇത് 4 മണിക്കൂർ മാറ്റി വെച്ചില്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് മറ്റേ കൈവെള്ളയിലും വെള്ളം ഇതാക്കി കൊടുത്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഉഴുന്നുവടയുടെ ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇതിനേക്കാളും വേറെ ട്രിക്കും കൂടെ ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സാധാ നമ്മൾ ചെയ്യാറുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇപ്പുറത്തെ കയ്യിലോട്ട് ആക്കുമ്പോഴും നമ്മൾ കയ്യിൽ വെള്ളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഒരു കയ്യിൽ തന്നെ നമുക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 2 കൈ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്ര കറക്റ്റ് ഷേപ്പായി കിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയും ചെയ്യാം. ഇനിയും വേറെ 2 ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുള്ളാവും ഈ ഒരു രീതിയിൽ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ഇങ്ങനെയുള്ള ചായയൊക്കെ നമ്മൾ അരിക്കുന്ന അരിപ്പയുണ്ടല്ലോ, സ്ട്രെയിനർ, ഇതിലും വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വെള്ളം തന്നെയാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ മാവ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം, ഈ ഒരു ടിപ്പ് എനിക്ക് ഏതോ ഒരു വീഡിയോയിൽ കണ്ട ടിപ്പാണ് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറില്ല, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇതും കൂടെ കാണിച്ചതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ആക്കി കൊടുത്തിട്ട് നടുക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്താൽ മതി. എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം വേണം, വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട്. ഇത് നമ്മൾ ഇതേപോലെ എണ്ണയിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന. അത് ഞാൻ കാണിച്ചു തരാം പിന്നീട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നോർമൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്, അപ്പോൾ വെള്ളം തടവി കൊടുത്തിട്ട് തന്നെയാണ് ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് നമ്മൾ എടുക്കുമ്പോഴും കയ്യിൽ വെള്ളം വേണം. എന്നിട്ട് ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമുക്ക് കുറച്ചധികം ഇങ്ങനെ ഷീറ്റിൽ ഒരു 4 പരത്തി വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തിട്ട് നമുക്ക് എണ്ണയിലോട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അരിപ്പയിൽ ഉള്ളത് സംഭവം ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാന്ന്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എണ്ണ. അപ്പോൾ മുകൾ ഭാഗം എന്തെങ്കിലും വേഗത്തൊക്കെ ഉണ്ടെങ്കിൽ, മാവ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല പൊങ്ങി വരുന്നുണ്ടല്ലോ. അപ്പോൾ എണ്ണ ജസ്റ്റ് ഒന്നിങ്ങനെ മുകൾ ഭാഗത്തേക്ക് ആക്കി കൊടുത്താൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഷേപ്പൊന്നും സ്പോയിലാവില്ല. അപ്പോൾ എന്നിട്ട് ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും കണ്ടില്ല, 2 സൈഡും ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റിയാൽ മതി. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റാട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഉഴുന്നുവട. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം പൊങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ കാണുമ്പോൾ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റും, പുറം ഭാഗം ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ നിങ്ങൾ എന്തായാലും, ബിഗിനേഴ്സിനൊക്കെ എന്തായാലും ഇത് യൂസ്ഫുള്ളാവും. ഈ ഒരു ടിപ്പൊക്കെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു അരിപ്പയിലുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എണ്ണയിലോട്ട് ഡിപ്പ് ചെയ്യലാണ് കേട്ടോ. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് അപ്പം തന്നെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഇതുപോലെ നമുക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പാക്കി എടുക്കാൻ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് ഇതുപോലെയും ചെയ്തെടുക്കാം. ഓരോന്നും അരിപ്പയിലോട്ട് ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഫ്ലെയിം നല്ലോണം ആദ്യം കുറക്കുക, എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുമ്പോഴൊക്കെ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് പിന്നീട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്, അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ട്, 2 സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരളവിൽ 10 ഉഴുന്നുവടയാണ് കേട്ടോ ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവടയാണ്. നല്ല എന്താ പറയുക, നല്ല ഉള്ളു നല്ല സോഫ്റ്റും പുറം ഭാഗം ക്രിസ്പിയുമായിട്ടുള്ള ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ചൂടോടെ കഴിക്കാൻ നോക്കാം കേട്ടോ. ഏത് സ്നാക്കാണെങ്കിലും ചൂടോടെ കഴിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്